കൊടി സ്വന്തം കൊടി ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് മേൽ ലീഗ് നേതൃത്വം മുസ്ലിം ലീഗ് നേതൃത്വം കടുത്ത സമ്മർദ്ദം ചെലുത്തുകയാണ്. അസമിലായിരുന്നു മുസ്ലിം ലീഗ് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവരെ ഞങ്ങൾ ജിന്നയുടെ നാട്ടിലേക്ക് അയച്ചേനെ എന്നതായിരുന്നു അസം മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. വേഗത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. राहुल गांधी का नॉमिनेशन हुआ, मुस्लिम लीग ने उनको धमकी दे दिया कि यार जाना है तो मेरा फ्लैग लेके जाना है। राहुल ने बोला भाई कांग्रेस का फ्लैग भी नहीं, तुम्हारा फ्लैग भी नहीं, हम लोग अकेला बिना फ्लैग को ही नामांकन देने जाऊंगा। आप लोग बोलिए, क्या इंडियन यूनियन ऑफ मुस्लिम लीग नरेंद्र मोदी को धमकी दे सकता है? क्या सकता है? धमकी दे सकता है? अरे मोदी जी को छोड़िए, अगर असम में इंडियन यूनियन ऑफ मुस्लिम लीग मुझे धमकी देता है, मैं उनको जिन्ना का साथ पाकिस्तान भेज दूंगा, सीधा बात है। റൈറ്റ്, ജിന്നയുടെ നാട്ടിലേക്ക് പാകിസ്ഥാനിലേക്ക് എന്ന് വളരെ കൃത്യമായാണ് അസം മുഖ്യമന്ത്രി പറയുന്നത്. നമുക്ക് അനുമോദിലേക്ക് തന്നെ പോകുന്നു. അനുമോദ് കഴിഞ്ഞ ദിവസം നടത്തുന്ന, അതായത് അനുമോദ് നേരിട്ട് അടക്കം സംസാരിച്ചതാണ് അസം മുഖ്യമന്ത്രിയുമായി. അതിനുശേഷം അദ്ദേഹം പ്രചാരണത്തിൽ ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ ഉണ്ട്. അത് അങ്ങേയറ്റം ഇതിനു മുമ്പ് പലപ്പോഴും ഈ അസഹിഷ്ണുതയുള്ളവർ ഇവിടെ തുടരേണ്ടതില്ല, അവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോകട്ടെ എന്ന തരത്തിലൊക്കെ പലപ്പോഴായി BJPയുടെ ദേശീയ നേതാക്കളുടെ ഭാഗത്തു നിന്നും പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒക്കെയുള്ള പരാമർശങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിപ്പോൾ വളരെ കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് സമയം, കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം, വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണ് എതിരാളി എന്നത് കൃത്യമായി അറിയാം. അവിടെ BJP കൃത്യമായ ഒരു രാഷ്ട്രീയ ഫൈറ്റ് ആണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ദേശീയ തലത്തിൽ അടക്കം പറയുന്നതിനും അത് പ്രചാരണ ആയുധമാക്കുന്നതിനും വേണ്ടി തന്നെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ, അതായത് വലിയ വോട്ട് വിഹിതമൊന്നുമില്ലാത്ത വയനാട്ടിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ തവണ അവിടെ ആരായിരുന്നു മത്സരിച്ചിരുന്നത് എന്നതുകൂടി നമുക്ക് ഓർക്കുന്നതാണല്ലോ. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ വിശന്ത് ശർമ്മ ഈ തരത്തിൽ ഒരു പ്രതികരണം അത് എന്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്? അത് വളരെ കൃത്യമായി എന്താണ് ലക്ഷ്യം വെച്ചത്? അഭിലാഷ്, ഇത് വളരെ കൃത്യമായ രാഷ്ട്രീയമാണ് BJPയുടെ. വയനാട്ടിൽ അവർ മുഴക്കുന്ന ഓരോ പ്രസ്താവനയുടെയും പ്രകമ്പനം ഉത്തരേന്ത്യയിലാണ് ഉണ്ടാവുക. ഹേമന്ത് ബിശ്വ ശർമ്മ വയനാട്ടിൽ വണ്ടൂരിലാണ്, മലപ്പുറത്തെ വണ്ടൂരിലാണ് പ്രസംഗിച്ചതെങ്കിലും അദ്ദേഹം ലീഗിനെക്കുറിച്ചും രാഹുൽ ഗാന്ധി ലീഗിനെ ഭയപ്പെടുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തുമ്പോൾ അത് കൃത്യമായി പ്രതിഫലിക്കുന്നത് ഉത്തരേന്ത്യയിലാണ്. കാരണം നേരത്തെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ച് അറിയാത്ത ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ പച്ചക്കൊടി വീശി അത് പാകിസ്ഥാൻ പതാകയാണെന്ന് പറഞ്ഞ് അത്തരത്തിലൊരു പ്രചാരണം നടത്തി അത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ വലിയ പ്രതിസന്ധിയാക്കിയ ചരിത്രമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ലീഗ് രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്നു, രാഹുൽ ഗാന്ധി ലീഗിനെ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് അവർ മറ്റൊരു തരത്തിലാണ് അവിടെ പ്രചാരണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഇന്നലെ പ്രസംഗിച്ചത് വയനാട്ടിൽ കേൾക്കാൻ വേണ്ടിയല്ല, മറിച്ച് അത് ഉത്തരേന്ത്യയിലേക്കുള്ള അവരുടെ പ്രചാരണത്തിന്റെ ഒരു ടെസ്റ്റ് ഡോസാണ്, അല്ലെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു വഴിയാണ് എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. അത് അസം മുഖ്യമന്ത്രി മാത്രമല്ല, അതിനു മുൻപ് ഇവിടെ എത്തിയ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ച് ഇവിടെ പ്രസ്താവന നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉത്തരേന്ത്യയിൽ വലിയ പ്രചരണായുധമാക്കാനുള്ള സാധ്യത അവർ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരു സാഹചര്യത്തിന് വേണ്ടി കെ സുരേന്ദ്രനെ തന്നെ ഇവിടെ പ്രചരണത്തിന് ഇറക്കിയിട്ടുള്ളത്. ഈ ഒരു കെണി ഇത് വളരെ കൃത്യമായിട്ട് മുസ്ലിം ലീഗിന് ഇത് മനസ്സിലായതുകൊണ്ടായിരിക്കാം മുസ്ലിം ലീഗ് ഇതിൽ പ്രതികരിക്കാതെ വളരെ ഈ ഒരു സംയമനത്തിലൂടെ നിൽക്കുന്നത്. പക്ഷേ ഇത് ഉത്തരേന്ത്യയിൽ ഈ ലീഗിനെ പാകിസ്ഥാനിലേക്ക് കടത്തുമെന്നുള്ള പ്രസ്താവന, ലീഗിനെ രാഹുൽ ഗാന്ധി ഭയപ്പെടുന്നു എന്ന പ്രസ്താവന ഉത്തരേന്ത്യയിൽ അവർക്ക് വലിയ പ്രചരണായുധം തന്നെയാണ്. അത് മുന്നിൽ കണ്ടു തന്നെയാണ് ദേശീയ നേതാക്കളെ അവർ വയനാട്ടിലെത്തിച്ചതും പ്രചരണം നടത്തിയതും. ശരി, അതാണ്.